ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ചില മൂവിയിലൊക്കെ കുട്ടികളുടെ ബെഡ്റൂമിൽ നല്ല ഭംഗിയായിട്ട് ഡിസൈനൊക്കെ ചെയ്ത് ഒരുപാട് സോഫ്റ്റ് ടോയ്സ് ഒക്കെ വെച്ച് കാണുമ്പോൾ എനിക്കും അങ്ങനെ റൂം വേണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് എനിക്കൊരു സോഫ്റ്റ് ടോയ് എങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പിള്ളേരുടെ റൂമിന്റെ ഒരു മേക്ക് ഓവർ ആണ് കേട്ടോ. മുന്നേ ഒരു ബങ്ക് ബെഡ് വാങ്ങിച്ചപ്പോഴാണ് നമ്മളിതൊരു കിഡ്സ് റൂം ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനകത്ത് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കുറെ ദിവസമായി ഞാൻ ഈ വാളിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ പെയിന്റിങ് തുടങ്ങി. ഈ ഒരു ചെറിയ സിമ്പിൾ ഡിസൈൻ ആണ് 2 ഷെയ്ഡായിട്ടാണ് കൊടുക്കണം എന്ന് വിചാരിച്ചത്. പക്ഷെ ആദ്യം പെയിന്റ് ചെയ്ത് വന്നപ്പോൾ പണി പാളി എന്നാണ് കേട്ടോ വിചാരിച്ചത്. ആ കളർ ഒട്ടും രസമുണ്ടായിരുന്നില്ല കാണാനായിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ എന്നൊരു ഭാവമായിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെയും മുഖത്ത്. ഒരു രാത്രിയാണ് കേട്ടോ ഞങ്ങളിത് മുഴുവൻ ഇരുന്ന് പെയിന്റ് ചെയ്തത്. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ആ പെയിന്റിന്റെ കളർ കുറച്ചും കൂടെ ഒന്ന് ലൈറ്റായി, കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നി. കുട്ടികൾക്കും നല്ല ഇഷ്ടമായി. അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ചു മാറ്റണ്ടാന്ന്. അങ്ങനെ കുറച്ച് സ്റ്റിക്കേഴ്സും കുറച്ച് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ആ റൂം ഒന്ന് അലങ്കരിച്ചു. ഈ ഒരു ആസ്ട്രോണറ്റിന്റെ ലൈറ്റും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമാണ് കാണാൻ. രാത്രിയാകുമ്പോൾ ഒരു ഗാലക്സി കാണുന്ന ഒരു ഫീലാണ്. ഡിഫറെന്റ് കളേഴ്സ് വരും, പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു കളേഴ്സ് ആണ് കേട്ടോ ഇതിന്. ഇപ്പൊ മൊത്തത്തിൽ കാണുമ്പോൾ ഒരു പ്രീ സ്കൂൾ പോലെയൊക്കെ ഒരു ലുക്ക് ഉണ്ട്. അത് കിഡ്സിന്റെ റൂമാണെന്നൊക്കെ തോന്നുന്ന രീതിയിലേക്ക് നമ്മൾ ഈ റൂം മാറ്റിയിട്ടുണ്ട്. കുട്ടികൾക്കും നല്ല ഇഷ്ടമായി കേട്ടോ. ഈ ട്രെയിനിന്റെ സ്റ്റിക്കറും അതുപോലെ തന്നെ ഫ്രെയിമും എല്ലാം നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ലാസ്റ്റ് ആയിട്ട് വന്നത് ഈ ക്ലൗഡ്സ് ആണ് കേട്ടോ. അത് ഒട്ടിച്ചപ്പോൾ കുറച്ചുകൂടി ഒരു രസമായിട്ട് തോന്നി എനിക്ക്. പിന്നെ ഓവറായി തോന്നിയാലും കുഴപ്പമില്ല, പിള്ളേരുടെ റൂമല്ലേ.